ഇൻകം അതൊരു ലിമിറ്റഡ് അല്ല. ഇപ്പോൾ ഇവിടെ കുറെ ഗ്രാഫിക് ഡിസൈനേഴ്സും കുറെ വീഡിയോ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവരൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു ഏജൻസിയിലോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പക്ഷെ ഇവരെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് വേർഡ് ഡോക്കിൽ ഒരു CV ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എത്രത്തോളം നമ്മുടെ പോർട്ട്ഫോളിയോ അടിപൊളിയാണോ അത്ര നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ഒരു ഫിക്സഡ് പ്രൈസ് ഒന്നുമില്ല. ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ ആ ഒരു സാധനം നിങ്ങൾ പോർട്ട്ഫോളിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പ്ലസ് നിങ്ങളെ നെറ്റ്വർക്കിലേക്കും കണക്ഷനിലേക്കൊക്കെ ഈ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പേയ്മെന്റും കാര്യങ്ങളും ഉണ്ടാവുക? നമ്മൾ അവിടെ ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി കഴിയും? ഇൻകം അതൊരു ലിമിറ്റഡ് അല്ല. നമ്മുടെ എത്രത്തോളം നമ്മുടെ പോർട്ട്ഫോളിയോ അടിപൊളിയാണോ അത്ര നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ഒരു ഫിക്സഡ് പ്രൈസ് ഒന്നുമില്ല. അപ്പം ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മുതലേ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് തുടങ്ങാം. നമുക്കൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ടും എല്ലാവരും വിചാരിക്കുന്നത്. നല്ല വർക്ക്സ് വന്നിട്ട് മാത്രം പോർട്ട്ഫോളിയോ റെഡി ആക്കിയിട്ട് അങ്ങനെ ആക്കുക. അതല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഈവൻ ബേസിക് ഡിസൈൻസോ അല്ലെങ്കിൽ ക്രിയേറ്റീവ്സോ വീഡിയോ ആണെങ്കിലും അത് വെച്ചിട്ട് പോർട്ട്ഫോളിയോ ചെയ്ത് നമ്മൾ പുതിയ ആർട്ട് വർക്ക്സും വീഡിയോസൊക്കെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോനെ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വരിക. അപ്പോൾ എന്താവും, നമുക്ക് ഒരു സ്ക്രാച്ചിൽ വർക്ക് ചെയ്യേണ്ടി വരില്ല. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് വേർഡ് ഡോക്കിൽ ഒരു CV ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊരു PDF മാറ്റി. PDF നമ്മളെ കുറച്ച് ആർട്ട് വർക്ക്സും ഒരു ടൈറ്റിലൊക്കെ വെച്ചിട്ടതായി. പിന്നെ ആ PDF ഒരു ഇന്ററാക്റ്റീവ് PDF ആക്കി. അപ്പോൾ അത് ഹോം പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് പോവാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പാർട്ടിലേക്ക് പോവാം. അതിലൊരു QR കോഡ് വെച്ച് അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിമിയോയിലൊക്കെ പോർട്ട്ഫോളിയോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് അതിലുള്ള വീഡിയോസ് കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോയി. പിന്നെ അഡോബി പോർട്ട്ഫോളിയോ, അഡോബി സബ്സ്ക്രിപ്ഷൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് അഡോബി പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇമേജസും വീഡിയോസും ഒക്കെ ഒരു ക്ലിക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല ഒരു ഗാലറി ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ലിങ്ക് നമുക്ക് CV-യിലൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കംപ്ലീറ്റ് വർക്കും കാണാം. അപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 30-50 MB സൈസ് ഒക്കെ വരുന്നത് ചിലപ്പം പലരും ഡൗൺലോഡ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്യാം, പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക.